എല്ലാവർക്കും വി എം എസ് ടാക്കീസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഡ്രാമ ക്യൂനായ അനുമോൾ തന്നെയാണ്. ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ഇത്രയും സീസണുകളിൽ വച്ച് ഏറ്റവും ചീപ്പായിട്ട് ഗെയിം കളിക്കുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോളാണെന്ന് ഇപ്പം തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണൊക്കെ നമ്മൾ ജാസ്മിനെയൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജാസ്മിനൊന്നും ഒന്നുമല്ല എന്ന് ഇന്നത്തെ എപ്പിസോഡ് കൂടി അനുമോൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രാവിലെ പാട്ടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കിച്ചണിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കിച്ചണിൽ 2 പാല് കൊണ്ട് വച്ചിട്ടുണ്ടായിരുന്നു. ആ പാലിൽ ഒരെണ്ണം തൈരാണെന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ അനുമോളും അതുപോലെ നെവിനും ലക്ഷ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പാവ ടാസ്ക് വന്നു. പാവ ടാസ്ക് ഇന്നലത്തെ പോയിന്റ് വെച്ച് ആര്യൻ 1-ാം സ്ഥാനത്തും അനീഷ് 2-ാം സ്ഥാനത്തും അക്ബർ 3-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇന്ന് വേറെ ടാസ്ക്കാണ് പാവ ടാസ്ക്. അതിൻ്റെ ഇതനുസരിച്ച് ഇന്ന് ഫസ്റ്റ് ടാസ്ക് തുടങ്ങി. ഇത് ഫിസിക്കലായിട്ടുള്ള ടാസ്ക്കാണ്. ഫസ്റ്റ് ടാസ്ക് തുടങ്ങിയപ്പം തന്നെ അനുമോൾ അക്ബറിൻ്റെ അടുത്ത് മാറി നില്ല്, സ്ത്രീകളോട് കുറച്ച് ബഹുമാനം കാണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അനുമോൾ അവിടെ ഭയങ്കര അഭിനയമായിരുന്നു. ഇതൊരു ഫിസിക്കൽ ടാസ്ക്കാണ്. ഇതിൽ ആണും പെണ്ണെന്നുള്ളൊരു വ്യത്യാസമില്ല, എല്ലാവർക്കും കളിക്കേണ്ട ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ അനുമോൾക്ക് ഇത് കളിക്കാൻ പറ്റില്ലെങ്കിൽ അനുമോൾ അവിടെ നിന്ന് പോകണമായിരുന്നു. പക്ഷേ അനുമോൾ എങ്കിലും അവിടെ കയറി നിന്ന് ഭയങ്കര ചീപ്പ് ഷോ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവസാനം അക്ബർ എന്തെല്ലോ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരച്ചിലായി, ഭയങ്കര ബഹളമായി. ഇതിനിടയിൽ അപ്പം ഈ പാവ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങിയ ശേഷം അക്ബറിന് കുറച്ച് പാവ കിട്ടി, അനീഷിന് ഒരുപാട് പാവകൾ കിട്ടി, ആര്യന് കിട്ടി. ഇതിൽ അക്ബറിൻ്റെ പാവ അക്ബർ കട്ടിലിൽ കൊണ്ട് വച്ചിരുന്നു. അത് ഈ ആദില എടുത്ത് അടിച്ച് മാറ്റിയിട്ട് നൂറയുടെ പാവയിലൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ അനുമോൾക്ക് കൊടുത്തിട്ടുണ്ട്. അനുമോളുമായിട്ട് ഷഫിൾ ചെയ്ത് അനുമോളെയും കൂടെ മിക്സ് ചെയ്ത് അനുമോൾക്കും കൂടെ പാവ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ അക്ബറിൻ്റെ പാവ ആദിൽ അടിച്ച് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ അക്ബറിൻ്റെ പാവ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അക്ബറിന് 0 പോയിൻ്റാണ് കിട്ടിയത്. കാരണം പാവ ഇല്ലല്ലോ, പാവയെല്ലാം അടിച്ച് മാറ്റി. ബാക്കി ഉണ്ടായിരുന്ന പാവ ആര്യന് കൊടുത്തു. അതുപോലെ തന്നെ ഈ ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടിയ പാവ അനുമോൾക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തു. ഇതിൽ ഒറ്റയ്ക്ക് കളിച്ചത് അനീഷാണ്. അനീഷ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അതിനിടയിൽ അടിപിടിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അനീഷ് ഇപ്പോഴും അങ്ങനെ ഈ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ക്ലി ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ അനീഷ് 2nd പോയിൻ്റ്, ആര്യൻ 1st പോയിൻ്റ്, 3rd പോയിൻ്റ് അനുമോൾക്കുമാണ്. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് പോയിൻ്റ് ബേസ്. ഇനി നാളെ അറിയാം ആരാണ് ഫസ്റ്റ് അടിക്കാൻ പോകുന്നത്, ആര്യൻ തന്നെയാണോ എന്നൊന്നും നാളെ അറിയാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് അനുമോളുടെ ചീപ്പ് ഷോ. അതായത് അടുക്കളയിൽ നിന്ന് ഒരു സാധനം ഇന്ന് രാവിലെ നെവിൻ ഒരു ഉള്ളി എന്തോ എടുത്തതെന്നും പറഞ്ഞ് അനുമോൾ നെവിനെ പറയാനിനി ഒന്നുമില്ലാത്ത അനുമോൾ ഇന്ന് രാത്രി കയറി കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസിൻ്റെ അനുവാദം ഇല്ലാതെ എന്തൊക്കെയോ അവിടെ കാണിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിക്കാൻ ചെന്നവരെ എല്ലാം പുച്ഛിച്ച് തള്ളി. മാത്രമല്ല ഈ നെവിന് മാത്രമല്ല ഈ ടാസ്കിനിടയിൽ പാവ എടുത്ത് അനുമോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടിയാണ്, അത് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതൊന്നും കൊടുക്കാതെ അതെടുത്ത് ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട്. കൂടാതെ ഈ അടുക്കളയിൽ കയറി അവർക്ക് റേഷനായിട്ടാണ് മുട്ട കിട്ടിയത്. ഈ മുട്ട എടുത്ത് ബുൾസേ ഓംപ്ലേറ്റ് എന്തെങ്കിലും അടിക്കുകയുണ്ടായി. അപ്പോൾ അത് നെവിൻ ചോദിച്ചു. അങ്ങനെ അടിയായി. അവസാനം അനുമോൾ വൻ കരച്ചിൽ, ഓവർ ആക്ടിങ് എല്ലാം ആയി, അലമ്പായി. അവസാനം വൻ വിഷയമായിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അനുമോൾ വളരെ ചീപ്പായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് സീസൺ 7 എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തവണ ലാലേട്ടൻ വരുമ്പം ഈ വീക്കും അനുമോൾ എയറിലാവാൻ സാധ്യതകളൊക്കെ ഉണ്ട്.